നമസ്കാരം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുടെ ഹെൽപ്പ് എങ്ങനെ നേടാം എന്നൊക്കെയാണ്. അതിനു മുന്നേ എന്താണ് ചാനലിംഗ് എന്നും എങ്ങനെ നമുക്ക് ആരൊക്കെയാണ് നമുക്ക് ചാനലിങ്ങിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും എങ്ങനെയാണ് ഒരു ചാനലിംഗ് നമുക്ക് തന്നെ ചാനലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പറയുന്നത്. അപ്പോൾ എന്താണ് ചാനലിംഗ്? നമുക്കറിയാം, എല്ലാം എനർജിയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ ഇമോഷനും സൗണ്ടും തോട്ടും എല്ലാം എനർജിയാണ്. നമ്മുടെ അവയർനെസ്സിനെ ട്യൂൺ ചെയ്താൽ റേഡിയോ പോലെ പല ഫ്രീക്വൻസീസ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ഈ എനർജി പല ഫ്രീക്വൻസിയിലാണുള്ളത്. ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മളൊരു കടൽ തീരത്തിരുന്ന് തിര കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മിനിറ്റിൽ ഒരു 10 തിരയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി 10 വേവ്സ് പെർ മിനിറ്റ് എന്ന് പറയും. അതിന് പകരം അതൊരു 100 തിര വന്നെങ്കിൽ 100 വേവ്സ് പെർ മിനിറ്റ് എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ സിനാരിയോ ഹയർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ എക്സിസ്റ്റൻസിൽ ലോവർ ഫ്രീക്വൻസി, ഹയർ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഇതൊക്കെ റിലേറ്റീവ് ആണ്. ലോവർ റിലേറ്റഡ് ടു സം അതർ. അപ്പോൾ പല ഫ്രീക്വൻസിയിലാണ് ലൈഫ് ഇങ്ങനെയുള്ളത്. ഇപ്പം എർത്തിലെ ലൈഫിൻ്റെ ഫ്രീക്വൻസി ഒരു ബാൻഡാണ്. എർത്ത് എർത്ത് ഇപ്പോൾ തേർഡ് ഡയമെൻഷൻ. അപ്പോൾ ഈ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയും. എർത്ത് തേർഡ് ഡയമെൻഷൻ, എർത്തിന് മേലെ ആസ്ട്രൽ പ്ലെയിൻ ഉണ്ട്. അവിടെയാണ് എർത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലെയിൻ ആണ്. അത് ഫോർത്ത് ഡയമെൻഷൻ. ഫിഫ്ത്ത് ഡയമെൻഷൻ എന്നാണ് നമ്മൾ പറയണത്. വേറെ സ്റ്റാർ നേഷൻസ് പലതും ഫിഫ്ത്ത് ഡയമെൻഷനിലുണ്ട്, പെലിഡിയസ് ഒക്കെ. അവിടെയെല്ലാം ലൈഫ് ഉണ്ട്. സിക്സ്ത് ഡയമെൻഷൻ സീറിയസ്, പിന്നെ ആർച്ചുറസ്, ലൈറ, അങ്ങനെ കുറേ സ്റ്റാർ നേഷൻസ് എന്ന് പറയും. അപ്പൊ ഇവരെല്ലാം പല ഡയമെൻഷനിലാണ്. അപ്പം നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു സർട്ടൺ ബാൻഡേ ഉള്ളൂ ഈ ഫുൾ എക്സിസ്റ്റൻസിൽ. ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് ആക്സസ് ഉള്ളൂ. ഇപ്പം നമ്മൾ ഇപ്പോൾ പെലഡിയസിൽ ലൈഫുണ്ട്, പക്ഷെ നമ്മുടെ എർത്തിൻ്റെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ പെലഡിയസിൽ ഡയറക്റ്റ്ലി പോയാലും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അവർ വേറെ ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത്. ലൈഫ് ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഓൾ ടുഗദർ. അപ്പോൾ അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചാനലിംഗ്? ചാനലിംഗ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതർ ഫ്രീക്വൻസിയിൽ നിന്നും ഇൻഫർമേഷൻ, ഇൻസ്പിറേഷൻ, ഗൈഡൻസ് ഇതെല്ലാം റിസീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചാനലിംഗ് എന്ന് പറയുന്നത്. ഈ വരുന്ന എനർജി ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് നമ്മുടെ മൈൻഡിൽ കൂടെ കടക്കുമ്പോൾ അത് വേർഡ്സ് ആയിട്ട് ചിലർ ഇൻ്റർപ്രറ്റ് ചെയ്യും, മാറും. ചിലർക്ക് ഇമേജസ് ആയിട്ടായിരിക്കും അത് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. ചിലർക്ക് സൗണ്ട്സ് ആയിട്ടായിരിക്കും, ചിലർക്ക് സിമ്പിൾസ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്യും അത്. ചിലർ കൂടുതൽ സൗണ്ടായിട്ട് അത് കൺവേർട്ട് ചെയ്യും, ചിലർ ഇമേജസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും, ചിലർ കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ചാനലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനലിംഗ് പല ടൈപ്പ് ഉണ്ട്. കോൺഷ്യസ് ആയിട്ട് ചാനൽ ചെയ്യും ചിലർ,
നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ എനർജി വരുന്നതും തോട്ട്സ് ആയിട്ട് ടെലിപ്പതിക്കലി ആ തോട്ട്സ് വരുന്നതും അത് അതേപടി ഈ ആൾട്ടേർഡ് സ്റ്റേറ്റിൽ ട്രാൻസിലേക്ക് പോവാതെ കോൺഷ്യസ് ആയിട്ട് സംസാരിച്ച് അത് പറയുന്ന ചാനലേഴ്സ് ഉണ്ട്. ചിലവർ ട്രാൻസ് സ്റ്റേറ്റിൽ പോകും. അവർക്ക് തന്നെ അവർ ചാനൽ ചെയ്യുന്ന സെഷൻസ് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ വേറെ ട്രാൻസ് സ്റ്റേറ്റ് എന്ന് പറയുവാന് ആ ആ ഹയർ ഡയമെൻഷണൽ ബീയിങ്സിന് ഫുള്ളി കൺട്രോൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അതിന് ട്രാൻസ് ചാനലിംഗ് എന്ന് പറയും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ട്രാൻസ് ചാനൽ ചെയ്യുന്നത്. അവർക്ക് എന്താ സംസാരിച്ചെന്നോ എന്താ അത്രയും എന്താ അവർ എഴുതിയെന്നൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ ഫുള്ളി സറണ്ടർ ചെയ്യുകയാണ് ഹയർ എനർജീനെ. പിന്നെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ്, കൈ തന്നെ മൂവ് ചെയ്യും ചിലവരുടെ. അവർ ഫുള്ളി കൺട്രോൾ വിടുവാണ്. അവർ ഹയർ സെൽഫിനെ അല്ലെങ്കിൽ സ്പിരിറ്റ് ബീയിങ്സിന് ഫുള്ളി കൺട്രോൾ വിട്ടിട്ട് അവരുടെ ഹാൻഡ്സ് തന്നെ മൂവ് ചെയ്യും. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെ മൂവ് ചെയ്ത് ഹയർ വിസ്ഡം. ആദ്യമൊക്കെ അവരെഴുതുമ്പോൾ വളരെ റാൻഡം വേർഡ്സ് ആയിരിക്കും എഴുതുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു സെൻറ്റൻസ് പോലെ വരും. അത് ആം, അതൊരു വിസ്ഡം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഹയർ സെൽഫിനെ ചാനൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ തന്നെ ഫിഫ്ത്ത് ഡയമെൻഷൻ അല്ലെങ്കിൽ ഹയർ സെൽഫ് ഉണ്ട് നമ്മുടെ തന്നെ, നമ്മുടെ സോളിൻ്റെ തന്നെ ഫിഫ്ത്ത് ഡയമെൻഷണൽ എക്സിസ്റ്റൻസ്. അപ്പോൾ ആ നമ്മുടെ ഹയർ സെൽഫ് എന്ന് പറയുന്നതിന് ആ ഹയർ സെൽഫിനെ ആദ്യം ചാനൽ ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്കൊരു ഒരു ഇതൊരു നേക്കാണ് ചാനൽ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് അത് മനസ്സിലാവും. ഓക്കെ, ഇത് എൻ്റെ മൈൻഡിൻ്റെ തോട്ടാണ്, ഇത് ചാനലിൻ്റെ തോട്ടാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഹയർ ഡയമെൻഷണൽ ബീയിങ്സ് ഉണ്ട്, വേറെ കുറേ ബീയിങ്സ് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് ഹ്യൂമാനിറ്റിക്ക്. അവരെ ചാനൽ ചെയ്യാം. പിന്നെ അസെൻഡഡ് മാസ്റ്റേഴ്സ്, ഭൂമിയിൽ തന്നെ ജീവിച്ച് അസെൻഡഡായി ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് അസെൻഡ് ചെയ്ത ബുദ്ധ, അങ്ങനെയുള്ള അസെൻഡഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേ മാസ്റ്റേഴ്സ് നമുക്ക് തന്നെ, പല മാസ്റ്റേഴ്സും നമ്മൾ നമ്മുടെ കൺസെപ്റ്റിൽ ഗോഡായിട്ടാണ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ ശരിക്കും അസെൻഡഡ് മാസ്റ്റേഴ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെയാണ് അവർ ഗൈഡ്സ്. ഭൂമിയിൽ ഉള്ള എല്ലാവർക്കും ഗൈഡ്സ് ഉണ്ട്, സ്പിരിച്വൽ ഗൈഡ്സ്. ഭൂമിയിൽ എന്തിനാണ് ഭൂമിയിൽ സോൾസ് വരുന്നത്? ഈ ഭൂമിയിലെ തേർഡ് ഡയമെൻഷൻ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ സോൾസ് എല്ലാം വന്നിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ്, ഹെവൻ പോലത്തെ സ്ഥലത്തു നിന്നാണ് നമ്മളെല്ലാവരും വരുന്നത്. നമ്മൾ ഈ ഡ്യുവാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രീ വില്ലുണ്ട്. ആ ഫ്രീ വില്ലിൽ ഗൈഡ്സ് ഇൻ്റർഫിയർ ചെയ്യില്ല. നമ്മൾ അവരെ അലോ ചെയ്യണം. നിങ്ങൾ എൻ്റെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യണം, എനിക്ക് ഇന്നൊക്കെ സ്പിരിച്വൽ പാത്തിൽ എനിക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് വേണം, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോഴേ അവർ ഇൻ്റർഫിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്മോൾ ചാനലിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എപ്പോഴും ചാനൽ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇപ്പം നമ്മൾ പടം വരയ്ക്കുമ്പോൾ, ചിലർ പടം വരയ്ക്കുമ്പോൾ ഫുൾ മുഴുകി ഇരിക്കുന്ന ഒരു അവസ്ഥ വരും പടം. അപ്പം നമ്മുടെ മൈൻഡ് മാറി നിൽക്കും. അപ്പോൾ ആ സമയത്ത് വരുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ചാനലിംഗ് ആയിരിക്കും, നമ്മുടെ ഹയർ സെൽഫിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഡയമെൻഷനിൽ നിന്നോ. അതേപോലെ പാട്ട് പാടുമ്പോൾ, ഇപ്പം ചില രാഗം മനോധർമ്മമായിട്ട് പാടുമ്പോൾ ചില സമയത്ത് നമ്മൾ ലയിച്ചങ്ങ് ആ പാട്ടിൽ മുഴുകിപ്പോകുമ്പോൾ ആ സമയത്ത് ചാനലിംഗ് ആണ് സോറി. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചാനൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈൻഡ് മാറി നിൽക്കുന്ന അവസ്ഥ, അത് ആ സമയത്ത് നമ്മൾ ഹയർ ഡയമെൻഷനിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് എങ്ങനെ ചാനലിംഗ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ ഒബ്ജക്റ്റിനും ഈ തേർഡ് ഡയമെൻഷനിലും എക്സിസ്റ്റൻസ് ഉണ്ട്, ഹയർ ഡയമെൻഷനിൽ എക്സിസ്റ്റൻസ് ഉണ്ട് ഒരേ സമയം. അപ്പം ഫസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാവുന്നത് സ്റ്റോൺ എടുക്കുക. ഇത് ആൾക്കാർ നടന്നു പോണ പാതയിൽ നിന്നൊന്നും എടുക്കരുത്. എവിടെയെങ്കിലും സെക്ലൂഡ് നേച്ചറിൽ കൂടുതൽ ആൾക്കാർ പോവാത്ത സ്ഥലത്ത് നിന്ന് സ്റ്റോൺ എടുക്കുക. കാരണം ആൾക്കാർ പോയ സ്ഥലത്താണെങ്കിൽ ആ ആൾക്കാരുടെ എനർജി ഇംപ്രിന്റ് ഈ സ്റ്റോണിലുണ്ടാവും. അപ്പം നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ അവരുടെ കോൺഷ്യസ്നെസ്, അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ എനർജി ഇംപ്രിന്റ് നമ്മൾ പിക്ക് ചെയ്യും. അതേപോലെ ഏതെങ്കിലും തടി കഷ്ണം അല്ലെങ്കിൽ ചെറിയ സ്റ്റിക്ക് എടുത്തു വെച്ചിട്ട് ആദ്യം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ. പ്രൊട്ടക്റ്റ് ചെയ്യാനതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ഞാൻ വീഡിയോ വേറെ ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു ഗോൾഡൻ ലൈറ്റ് ഓറ നമ്മളെ കവർ ചെയ്യുന്നതായിട്ടും ഓൺലി അൺകണ്ടീഷണൽ ലവ് ആയിട്ടുള്ള എനർജി മാത്രമാണ് നമ്മുടെ ചാനലിൽ കൂടെ വരാൻ പാടുള്ളൂ എന്ന് സങ്കല്പം അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ആസ്ട്രൽ പ്ലെയിനിൽ നമ്മുടെ ഫോർത്ത് ഡയമെൻഷനിൽ കുറേ ബീയിങ്സ് ഉണ്ട്. അവരെല്ലാം ലോ വൈബ്രേഷനാണ്. അപ്പോൾ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അലോ ചെയ്താൽ നമ്മൾ അലോ ചെയ്യാതെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അവർ മങ്കീസിനെ പോലെയാണ്, കുരങ്ങന്മാരില്ലേ, അവരെ പോലെയാണ്. നമ്മുടെ കയ്യിൽ അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടെങ്കിൽ അവർ മിസ്റ്റീരിയസ്ലി തട്ടിപ്പറിക്കാൻ നോക്കുന്ന പോലെ അത്രേ. ഒരു കുരങ്ങന് ഈ ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള പവർ മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ കുറയും. അപ്പോഴാണ് അവർക്ക് ഈ ദേഷ്യം ഫീഡ് ചെയ്യുന്ന എനർജീസ് ഉണ്ടാവും. അവർ നമ്മുടെ ഹുക്കിടും. അതേപോലെ വേറെ ആളെ ജഡ്ജ് ചെയ്യുക, വേറെ ആളുടെ അടുത്ത് ജലസി കാണിക്കുക, ബാക്കിയുള്ളവരുടെ അങ്ങനത്തെ ലോ വൈബ്രേഷനിലാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യും ഇങ്ങനത്തെ ബീയിങ്സിനെ. അപ്പം നമ്മളെപ്പോഴും ബാക്കിയുള്ളവരെ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യാൻ ശ്രമിക്കുക, ജോയിയസ് ആയിട്ടിരിക്കുക, എല്ലാവരെയും സ്നേഹിച്ച് നിന്ന നമ്മുടെ വൈബ്രേഷൻ ഹൈ ആണ്. ആ വൈബ്രേഷൻ അല്ല ഇവർക്ക് വേണ്ടത്. ഇവർക്ക് ലോ വൈബ്രേഷനായിട്ട് നടക്കുന്ന ആൾക്കാരെയാണ്, ആ എനർജിയാണ് ഇവരുമായിട്ട് മാച്ച് ആവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചാനലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഗോൾഡൻ ലൈറ്റ് ചെയ്താൽ ഈ ലൈറ്റിൻ്റെ അടുത്തേക്ക് ഈ ബീയിങ്സിന് വരാൻ പറ്റില്ല. അവർ ലൈറ്റിനെ പേടിക്കുന്നവരാണ്. അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫ്രീക്വൻസി റേസ് ചെയ്യുക. അപ്പോൾ കാരണം നമ്മുടെ ഗൈഡ്സും നമ്മുടെ വേറെ ബീയിങ്സും ഇരിക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ അവർ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മിഡ് വേയിൽ മീറ്റ് ചെയ്യണം. നമ്മൾ നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈറ്റൻഡ് ആക്കാൻ ട്രൈ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്തോ, മന്ത്ര ചാൻഡിങ് ചെയ്തോ, അല്ലെങ്കിൽ എൻ്റെ ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവും. ഈ ലൈറ്റ് ലാംഗ്വേജ് കേട്ടാൽ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ബീയിങ്സിന് എങ്ങാനും നമ്മുടെ ചുറ്റിനും ഏതെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ അവർ ഈ ലൈറ്റ് ലാംഗ്വേജ് കേൾക്കുമ്പോൾ അവർക്ക് ആ വൈബ്രേഷനിൽ നിൽക്കാൻ പറ്റില്ല. അവരത് മൂവ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തത് ഇനിഷ്യലി. പിന്നെ ജസ്റ്റ് ഈ സ്റ്റോണായിട്ട് കയ്യിലെടുത്തിട്ട് കണക്ട് ചെയ്യുക. കണക്ട് നമ്മൾ മനുഷ്യരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ തന്നെ ചോദ്യം ചോദിക്കുക. അവിടെ നിന്ന് ഉത്തരങ്ങൾ വരും. അത് മൈൻഡ് മാറ്റി നിർത്തി വരുന്ന ഒരു പേനയും പേപ്പറും എടുത്തിട്ട് വരുന്ന വേർഡ്സ് എഴുതിക്കൊണ്ടേയിരിക്കുക ഒരു സ്ട്രീമിൽ. ആദ്യം പല പല ഒരു കണക്ഷനും ഉണ്ടാവില്ല വേർഡ്സ് തമ്മിൽ. പക്ഷെ ചിന്തിക്കരുത്, എഴുതിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ എന്താണ് വരുന്ന എനർജി, വരുന്ന തോട്ട്സ് എഴുതുക. അത് മൈൻഡ് യൂസ് ചെയ്യരുത്. എന്ത് വേണമെങ്കിലും വന്നോട്ടെ, മൈൻഡ് യൂസ് ചെയ്യരുത്. അവസാനം കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് വേർഡ്സ് ആയിട്ട് വരും, വിസ്ഡമായിട്ട് വരും, നമുക്ക് വേണ്ട കാര്യങ്ങൾ വരും. അപ്പോൾ അത് കഴിഞ്ഞ് ആ സ്റ്റോണിനോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഡിസ്കണക്ട് ചെയ്യുക എനർജി. ഇത് മെൻ്റലി ചെയ്താൽ മതി. പിന്നെ ഓറ ക്ലിയർ ചെയ്യുക. എന്നുവെച്ചാൽ ഇതൊക്കെ
നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡിന് നമുക്ക് നല്ല പവറാണുള്ളത്. അത് ആർക്കും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പം ഓറ ക്ലിയർ ചെയ്യുക. പിന്നെ ചിലപ്പോൾ ചില ചാനൽ ചെയ്യുമ്പോൾ ഭയങ്കരമായ എനർജി വരും ചിലവർക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ ബെയർ ഫൂട്ട് ഭൂമിയിൽ നടക്കുക, അല്ലെങ്കിൽ ട്രീസിൽ സ്പൈൻ ചാരി ട്രീസിൽ നിൽക്കുക. ട്രീസിൽ ചാരി ഇങ്ങനെ നിൽക്കുക. അപ്പം അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇങ്ങനത്തെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ശീലമില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ. ഞാൻ ഇംഗ്ലീഷിലാണ് കൂടുതലും ഇങ്ങനത്തെ സ്പിരിച്വൽ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു സോ മച്ച്.